124 എന്നതാണ് നില. 128 യു ഡി എഫും 124 4 സീറ്റിന് മാത്രം വ്യത്യാസത്തിൽ എൽ ഡി എഫും മുന്നേറുകയാണ്. അവിടെ രണ്ടുപേർ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നമ്മൾ കാണുന്നത്. മറ്റുള്ളവർക്ക് 28 സീറ്റുകളുണ്ട് മറ്റ് പല പാർട്ടികളായിട്ട്. എൻ ഡി എക്ക് 11 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമേ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുള്ളൂ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് മാറി മാറിഞ്ഞ് വരേണ്ടതാണ്. 1 മണിക്കൂർ ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിൽക്കുകയില്ല. ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. പ്രവചനാതീതമാണ്. ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും മുൻതൂക്കം ഉണ്ടാകുമെന്ന് പ്രവചിക്കാവുന്ന ഒരു നില ഈ ഘട്ടത്തിലും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും പറയാൻ പറ്റുന്നൊരു കാര്യം, അതിശക്തമായിട്ട് പോരാടി മുന്നേറുകയാണ് ഈ രണ്ട് കൂട്ടരും, എൽ ഡി എഫും യു ഡി എഫും എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടുന്ന കാര്യം ഇപ്പോഴില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്. 31 അവർ ലീഡ് ചെയ്യുകയാണ്. 16 സീറ്റുകളിൽ മാത്രമേ യു ഡി എഫ് ലീഡ് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർ 3 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ബി ജെ പിക്ക് 2 സീറ്റുകളിൽ അവർ മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 5-5 എന്നതാണ് ഇപ്പോഴത്തെ നില. എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ നിൽക്കുകയാണ് അവിടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്തുകളാണ് ആത്യന്തികമായിട്ട് രാഷ്ട്രീയമായിട്ട് തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ വേണ്ടി ആളുകൾ എല്ലാ മുന്നണികളും മുന്നോട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ജില്ലാ പഞ്ചായത്തുകൾ. 14 ജില്ലാ പഞ്ചായത്തുകൾ ഉള്ളിടത്ത് 5-6 എന്നതാണ് ഇപ്പോഴത്തെ നില. 5-6-1 ഒരിടത്ത് എൻ ഡി എ മുന്നിട്ട് നിൽക്കുകയാണ്. 6 സീറ്റുകളിൽ 6 ജില്ലാ പഞ്ചായത്തുകളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. 5 എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്തുകളിൽ കൂടെ 7-7 എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് ഒന്നെങ്കിലും കൂടുതൽ പിടിക്കുക എന്നതാണ് എൽ ഡി എഫിന് വലിയ വിജയമുണ്ടായി എന്ന് അവകാശപ്പെടാൻ അത് ആവശ്യമാണ്. അവിടെ പക്ഷേ ഇപ്പോൾ 6-5 എന്താണ് നില. വലിയ ശക്തമായിട്ട് പോരാടി മുന്നേറുകയാണ് ഇരുപക്ഷവും എന്ന കൃത്യമായുള്ള ധാരണ നൽകുന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ 31-44 എന്നതാണ് ഇപ്പോഴത്തെ നില. 31 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. 44 യു ഡി എഫും മുന്നിട്ട് നിൽക്കുകയാണ്. 4 സീറ്റുകളിൽ മറ്റുള്ളവർ മുന്നേറുന്നു. എൻ ഡി എ അവിടെ മുനിസിപ്പാലിറ്റിയിൽ 3 ഇടത്ത് എൻ ഡി എയുടെ ഒരു മുന്നേറ്റം ഇപ്പോൾ ദൃശ്യമാണ്. കോർപ്പറേഷനുകളിൽ 4-2 എന്താണ് നില. 4 എൽ ഡി എഫും യു ഡി എഫ് 2 അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഒന്ന് ബി ബി അരുണിലേക്ക് പോയി വരാം. അരുൺ, ഒന്ന് പുതിയതായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന പൊതുവായിട്ടുള്ള എണ്ണക്കണക്കുകളല്ലാതെ മറ്റ് സൂക്ഷ്മമായി ചെന്നെത്താവുന്ന വിവരങ്ങൾ എന്ത്? തിരുവനന്തപുരം ജില്ലയിലേക്ക് മാത്രം പോയാൽ, അരുണിലേക്ക് വരാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് മാത്രമായിട്ട് പോയാൽ അവിടെ ഗ്രാമപഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ 11 യു ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്. എൻ ഡി എ 7 എൽ ഡി എഫ് 7 7-7 എൻ ഡി എയുടെയും എൽ ഡി എഫിൻ്റെയും കണക്കിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. അവിടെ തിരുവനന്തപുരത്ത് യു ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 11 ഗ്രാമപഞ്ചായത്തുകളിൽ അവർ മുന്നിട്ട് നിൽക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നില അവിടെ ആകെ 1 മാത്രമേ കാണാനുള്ളൂ. 1 വിധി മാത്രമേ, ലീഡ് നില മാത്രമേ കാണാനുള്ളൂ. അവിടെ തിരുവനന്തപുരത്ത് അവിടെ ഒരിടത്ത് എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് ആണ് അവിടെ തിരുവനന്തപുരത്ത് മുന്നിട്ട് നിൽക്കുന്ന എന്ന വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ അവിടെ 7 ഇടത്ത് യു ഡി എഫും എൻ ഡി എ 6 എൽ ഡി എഫ് 2 മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ തിരുവനന്തപുരത്ത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ. കോർപ്പറേഷനിലെ സ്ഥിതി വി വി അരുൺ നൽകുന്നതായിരിക്കും നല്ലത്. അരുൺ, അവിടെ കോർപ്പറേഷനിലെ നില എന്താണ് തിരുവനന്തപുരത്ത്? ശക്തമായ പോരാട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ ഈ ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കമുണ്ട്. 14 ഇടത്ത് ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. 6 എൻ ഡി എ, അതിലൊന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോർട്ടിൽ. അങ്ങനെ എങ്കിൽ 7 യു ഡി എഫിന് 2 യു ഡി എഫ് 1 14 എൽ ഡി എഫ്, 6 എൻ ഡി എ, 2 സ്വതന്ത്രന്മാർ, 1 യു ഡി എഫ്. അതാണ് ഇപ്പോഴുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ ലീഡ് നില. കഴക്കൂട്ടത്ത് ഇടതുമുന്നണിയുടെ കവിത ആർ നല്ല ലീഡ് അവിടെ ഉണ്ട്. ചന്തവിളയിൽ എൽ ഡി എഫ്, കാട്ടായിക്കോണം എൽ ഡി എഫ് ഉണ്ട്. എൻ ഡി എ സ്വീകാര്യം, ചെറുവയ്ക്കൽ, ഇടവക്കോട് ഇടതുമുന്നണിയുടെ എൽ സി സെക്രട്ടറി CPM എൽ സി സെക്രട്ടറി മത്സരിക്കുന്ന വാർഡാണ്. ചെമ്പഴന്തി, പൗടിക്കോണം, അതുപോലെ തന്നെ പുന്നക്കാമുകൾ, ഈ വാർഡുകളിലാണ് ഇപ്പോൾ എൻ ഡി എ ലീഡ് ചെയ്യുന്നത്. ഇടതുമുന്നണിയാകട്ടെ കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, ഉള്ളൂർ, ചെല്ലമംഗലം, കുന്നുകുഴി, പാളയം, തെക്കാട്, വഴുതക്കാട്, ഭീമാവള്ളി ഈസ്റ്റ്, ഭീമാവള്ളി വാർഡിലാണ് യു ഡി എഫ് ലീഡ് ചെയ്യുന്ന ഏക മണ്ഡലം ഭീമാവള്ളിയാണ്. വാർഡ് ഇപ്പോൾ ഭീമാവള്ളിയാണ്. മുട്ടത്തറ, ശ്രീവരാഹം, തമ്പാനൂർ വാർഡുകൾ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. 13-7-1 ഇതാണ് തിരുവനന്തപുരത്തെ കക്ഷി നില. അരുൺ, ഇതെന്തുകൊണ്ടാണ് ഈ കോർപ്പറേഷന്റെ കണക്കിൽ അവിടെ തിരുവനന്തപുരത്ത് ഈ എൻ ഡി എ 6 വാർഡുകളിലും എൽ ഡി എഫ് 4 വാർഡുകളിലും ലീഡ് ചെയ്യുന്നു എന്നാണല്ലോ കാണുന്നത്? അങ്ങനെ തന്നെയല്ലേ?
സനീഷ് വീണ്ടും മാറിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ ലീഡ് നില 8 ഉയർന്നിരിക്കുന്നു. LDF 13, മറ്റുള്ളവർ 2, UDF 1. NDAയുടെ കൂടിയ സീറ്റ് ഏതൊക്കെ നോക്കാം. ശ്രീകാര്യം, ചെറുവയ്ക്കൽ, ഇടവക്കോട്, ചെമ്പഴന്തി, പൗടിക്കോണം, പുന്നയ്ക്കാമുകൾ, പാപ്പനംകോട് സിറ്റിംഗ് സീറ്റാണ്. എസ്റ്റേറ്റ് കഴിഞ്ഞ തവണ 1 വോട്ടിന് BJP തോറ്റ വാർഡാണ് എസ്റ്റേറ്റ്. അവിടെ ഇപ്പോൾ BJPയുടെ സൗമ്യ ലീഡ് ചെയ്യുന്നു. 35ഓളം 80ഓളം വോട്ടുകളുടെ ലീഡ് അവിടെ എസ്റ്റേറ്റിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ മത്സരം തന്നെയാണ്. വീണ്ടും 8, 14, 1, 2 എന്നുള്ളത് മറ്റുള്ളവരാണ്. UDFന് ഔദ്യോഗിക കണക്ക് പ്രകാരം ഇപ്പോൾ ഭീമാവളിയിൽ മാത്രമേ ലീഡ് നിലയുള്ളൂ. സനീഷ്, ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രധാനപ്പെട്ട പൊതുവിവരങ്ങളിലേക്ക് നമുക്ക് പോയാൽ ഏറ്റവും പ്രധാനമായിട്ടും ആളുകൾ നോക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഗ്രാമപഞ്ചായത്ത് 941 ഗ്രാമപഞ്ചായത്തുകളിൽ 159 LDF മുന്നിട്ട് നിൽക്കുകയാണ്. 144 UDF മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് നമുക്ക് മുന്നിലുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ നേരിയ വ്യത്യാസം LDFന് അനുകൂലമായിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാടുന്നു. പ്രവചനാതീതമാണ് ഈ മത്സരം എന്ന് പറയുകയല്ലാതെ ഈ ഘട്ടത്തിലും നിർവാഹമില്ലാത്തതാണ്. 159, 144, മറ്റുള്ളവർ 33 ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. NDA 16 ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നതായിട്ടാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥിതിയാണെങ്കിൽ 54 LDF, 23 UDF, 1 BJP എന്നതാണ് ഇപ്പോഴത്തെ നില. അതും LDF മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. 54, 23 എന്നതാണ് അവിടുത്തെ നില. ജില്ലാ പഞ്ചായത്തിൽ 6 എന്നതാണ് ഇപ്പോഴത്തെ നില. 6, അതായത് ജില്ലാ പഞ്ചായത്തുകളിൽ തുല്യ ശക്തികളാണ് UDFും LDFും. അതിൻ്റെ ഒരു പോരാട്ടം അങ്ങനെ തന്നെ അതിശക്തമായിട്ട് തുടർന്നിട്ടുണ്ട് എന്ന്